പച്ചക്കറികളായാലും മറ്റാരും ആശ്രയിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പഞ്ചായത്തും കൃഷിക്ക് ആവശ്യമായ പദ്ധതികൾക്ക് നമ്മുടെ നാട്ടിലെ പാലിന് സുഖമായി കിട്ടുന്നതിനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി നാം നടത്തിയിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ട് സാധിക്കേണ്ടിയിരുന്നവർക്ക് അതിനുള്ള എല്ലാ ആളുകളുടെയും നാട്ടുകാരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിരുന്നത് മാത്രം നടക്കുന്നത്. കുമ്പള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള പിറവിക്ക് ശേഷം, ജില്ല പിറവിക്ക് ശേഷം ഇന്നലകളിൽ ഈ പഞ്ചായത്തിന്റെ വികസന ഭൂതകാലമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഉത്തരവാദിത്വവുമായി പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും മികച്ച സ്വപ്നങ്ങളുമായിട്ടാണ് ഈ വികസന സെമിനാർ അതിന്റെ ചർച്ചകളും ഇവിടെ നടക്കുന്നത്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആവശ്യം, ഞാൻ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റു ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഈ പ്രാവശ്യം നമ്മുടെ കുമ്പളയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ 5 വർഷത്തെ പ്രവർത്തന പദ്ധതിന്റെ പ്രയാണവും ചർച്ചയും തുടക്കം കുറിക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു MLA ഇല്ലെങ്കിൽ MP തന്റെ മണ്ഡലത്തിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരണമെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിയോട് അത് ആവശ്യപ്പെട്ട് ഫിനാൻസ് അത് അംഗീകരിച്ച് അതിന്റെ പ്രൊസീജിയർ പ്രകാരമാണ് ആ ഒരു പദ്ധതി മണ്ഡലത്തെ ബജറ്റിന്റെ ഡിമാൻഡ് ചർച്ച ആരംഭിക്കുകയാണ്. കുമ്പള പഞ്ചായത്തിന്റെ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് തടക്കവും അടക്കമുള്ള കഞ്ചിക്കട്ട പാലത്തിന്റെ തകർച്ച. ആ പാലം തകർന്നതിന് ശേഷം നമ്മുടെ നബാർഡ് 27 കോടി രൂപയുടെ പ്രോജക്ട് റെഡിയാക്കി അതിനെ കൃത്യമായി ഫോളോ ചെയ്ത് ചീഫ് സെക്രട്ടറിയെക്കാളും മന്ത്രിയെക്കാളും ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെക്കാളും അവസാനം നമ്മൾ നബാർഡിലേക്ക് കൊടുത്ത ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ എല്ലാ പദ്ധതികളും കൊടുക്കുന്ന കൂട്ടത്തിൽ കാസർഗോഡ് എപ്പോഴും കാണിക്കുന്ന അവഗണനയുടെ ഭാഗമായി നമ്മുടെ കഞ്ചിക്കട്ട പദ്ധതി അതിൽ കയറാത്ത ഒരവസ്ഥയാണ്. കുത്തിയിരുന്ന് വീണ്ടും മണിക്കൂറുകൾ അതിന്റെ പിന്നാലെ കൂടി അത് നബാർഡിലേക്ക് കയറ്റി അവരുടെ മനുഷ്യരോട് നടത്തിച്ച് നമുക്ക് ഏതായാലും അടുത്ത ആഴ്ചയോടുകൂടി ഒരു ഗുഡ് ന്യൂസ് നമുക്ക് ആ പാലവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ. കാരണം ഏത് വിഷയം എന്നാണ് കുമ്പള പഞ്ചായത്തിന്റെ യോഗം സംസാരിക്കുമ്പോൾ പഞ്ചായത്തിന് വലിയൊരു വികാരമായിരുന്നു നമ്മുടെ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വിശ്വാസം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസം